നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഇരയായവരുടെ കടം എഴുതിത്തള്ളാൻ നിർദ്ദേശിക്കാനാകില്ലെന്ന് റിസർവ് ബാങ്ക് അറിയിച്ചു. മൊറട്ടോറിയമോ ബാധ്യതയോ പുനഃക്രമീകരണമോ ആണ് നിലവിൽ സാധ്യമായ വഴിയെന്നും ഇക്കാര്യത്തിൽ അതാത് ബാങ്കുകൾക്ക് ആവശ്യമായ തീരുമാനമെടുക്കാമെന്നും റിസർവ് ബാങ്ക് വ്യക്തമാക്കുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ ദില്ലിയിൽ പ്രത്യേക പ്രതിനിധി KV തോമസ് നൽകിയ കത്തിനാണ് റിസർവ് ബാങ്ക് മറുപടി നൽകിയത്. വയനാട് പുനരധിവാസത്തിന് കേന്ദ്രം പണം നൽകാത്തതിലുള്ള പ്രതിഷേധം വരും ദിവസങ്ങളിൽ ഉയരുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. കേരളത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് പുനരധിവാസത്തിന് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യുമെന്നും ലോക മാതൃകയിൽ പുനരധിവാസം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാത്ത കേന്ദ്ര സർക്കാർ നടപടി കേരളത്തോടുള്ള കേന്ദ്രത്തിൻ്റെ അമർഷമാണെന്നും വയനാട് ദുരന്തത്തെ ഏത് കാറ്റഗറിയിൽപ്പെടുത്തിയാലും കേരളത്തിന് സഹായം കിട്ടണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സന്ദീപ് വാര്യർ BJPയിൽ നിന്ന് കോൺഗ്രസിലേക്ക്. കോൺഗ്രസുമായി കഴിഞ്ഞ 2 ആഴ്ചയായി നടന്ന ചർച്ചകൾക്ക് ശേഷമാണ് സന്ദീപിൻ്റെ നിർണായക നീക്കം. പാലക്കാട്ടെ KPCC ഓഫീസിൽ K സുധാകരനും VD സതീശനും അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ഷാൾ അണിയിച്ച് സന്ദീപ് വാര്യരെ സ്വാഗതം ചെയ്തു. വെറുപ്പ് മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയിൽ നിന്ന് സ്നേഹവും കരുതലും പ്രതീക്ഷിച്ചുവെന്നതാണ് തൻ്റെ തെറ്റെന്നും സന്ദീപ് പറഞ്ഞു. വ്യക്തിപരമായി ഫേസ്ബുക്കിലിട്ട ഒരു പോസ്റ്റിൻ്റെ പേരിൽ 1 വർഷക്കാലം നടപടി നേരിട്ടുവെന്നും താൻ ഈ നിമിഷം കോൺഗ്രസിൻ്റെ ത്രിവർണ്ണ ഷാൾ അണിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം K സുരേന്ദ്രനും സംഘത്തിനുമാണെന്നും സന്ദീപ് കൂട്ടിച്ചേർത്തു. സന്ദീപ് വാര്യർക്ക് ഇവിടെ കിട്ടിയതിനേക്കാൾ വലിയ കസേരകൾ കിട്ടട്ടെ എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ പറഞ്ഞു. ഈ കോൺഗ്രസ് പ്രവേശനം ഒരു ചലനവും ഉണ്ടാക്കുന്നില്ലെന്നും സന്ദീപിനെതിരെ നേരത്തെയും പാർട്ടി നടപടികൾ എടുത്തിട്ടുള്ളതാണെന്നും ആ നടപടി ഫേസ്ബുക്ക് പോസ്റ്റ് കൊണ്ടൊന്നും ആയിരുന്നില്ലെന്ന് നിങ്ങൾക്കെല്ലാം അറിയാമായിരുന്നുവെന്നും സുരേന്ദ്രൻ പറഞ്ഞു. സന്ദീപ് വാര്യർ കോൺഗ്രസിൽ നീണാൽ വാഴട്ടെ എന്ന് ആശംസിക്കുകയാണെന്നും സന്ദീപ് വാര്യരെ മുറുകെ പിടിക്കാൻ സുധാകരനോടും സതീഷിനോടും വീണ്ടും അഭ്യർത്ഥിക്കുകയാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു. കോൺഗ്രസിൽ ചേർന്ന മുൻ BJP നേതാവ് സന്ദീപ് വാര്യർ ഇടതുപക്ഷത്തിനൊപ്പം ചേരാത്തതിൽ തങ്ങൾക്ക് ഒരു വിഷമവുമില്ലെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. സന്ദീപ് ഒരു ബൂർഷ പാർട്ടിയിൽ നിന്നും മറ്റൊരു ഭരണവർഗ പാർട്ടിയിലേക്ക് മാറിയെന്നും ഗോവിന്ദൻ പറഞ്ഞു. സന്ദീപ് വാര്യർ കോൺഗ്രസിൽ എത്തിയത് നല്ല കാര്യമാണെന്ന് K മുരളീധരൻ. 2 ആഴ്ച മുമ്പ് വരാമായിരുന്നുവെന്നും പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി പ്രചാരണത്തിന് പോകാമായിരുന്നുവെന്നും രാഹുൽ ഗാന്ധിയോട് ചെയ്ത തെറ്റിന് ക്ഷമാപണമാകാമായിരുന്നുവെന്നും മുരളീധരൻ പറഞ്ഞു. സ്നേഹത്തിൻ്റെ കടയിലെ മെമ്പർഷിപ്പ് എപ്പോഴും നിലനിർത്തണമെന്നും വീണ്ടും വെറുപ്പിൻ്റെ കടയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ പോകരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അഴിമതി രഹിതവും കാര്യക്ഷമവുമായ ഭരണ സംവിധാനത്തിന് ലോകായുക്ത കരുത്ത് പകരുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. വിജിലൻസ് സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തുകയും അഴിമതിക്കാർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ഗതിവേഗം നൽകാൻ ലോകായുക്തക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നിയമസഭാ ബാങ്ക്വറ്റ് ഹാളിൽ നടന്ന ലോകായുക്ത ദിനാചരണ ചടങ്ങ് വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. വയനാട് ദുരിതാശ്വാസം വൈകുന്നതുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിനെ ന്യായീകരിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. സംസ്ഥാന സർക്കാർ കയ്യിലുള്ള ഫണ്ട് ചെലവഴിക്കാൻ തയ്യാറാവുന്നില്ലെന്ന് കുറ്റപ്പെടുത്തിയ ഗവർണർ കൃത്യമായി കണക്കുകൾ കേന്ദ്രത്തെ ബോധിപ്പിച്ചാൽ ഫണ്ട് കിട്ടുമെന്നും പറഞ്ഞു. ഫണ്ട് സംബന്ധിച്ച് സംസ്ഥാനത്തിൻ്റെ വാദങ്ങൾ ശരിയല്ലെന്നും വയനാട്ടിലെ പുനരധിവാസം ഉറപ്പാക്കുമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കാണ് മറ്റാരെക്കാളും തനിക്ക് വിശ്വാസമെന്നും ഗവർണർ കൂട്ടിച്ചേർത്തു. വയനാട് ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള കേന്ദ്ര സർക്കാർ നിലപാടിൽ പ്രധാനമന്ത്രി അതിരൂക്ഷമായി വിമർശിച്ച CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ്. പ്രധാനമന്ത്രി വയനാട്ടിലേക്ക് വന്നത് മൃതശരീരങ്ങൾ കണ്ട് ആസ്വദിക്കാനാണെന്നും ഗുജറാത്ത് കൂട്ടക്കൊലയുടെ ഭൂതകാല സ്മരണ എന്നോണമാണ് സന്ദർശനം നടത്തിയതെന്നും സ്വരാജ് വിമർശിച്ചു. മനസ്സാക്ഷി തൊട്ടു തീണ്ടിയാത്ത പ്രധാനമന്ത്രി കേരളത്തെ വഞ്ചിച്ചുവെന്ന് കുറ്റപ്പെടുത്തിയ സ്വരാജ് പ്രധാനമന്ത്രി മനുഷ്യനെന്ന പദത്തിന് അർഹനല്ലാത്ത വ്യക്തിയാണെന്നും പറഞ്ഞു. ശബരിമലയിൽ വനം വകുപ്പിൻ്റെ എതിർപ്പ് ഉൾപ്പെടെ പരിഹരിച്ചുകൊണ്ട് ഏറ്റെടുക്കുന്ന വനഭൂമിക്ക് പകരം ഭൂമി നൽകും സർക്കാർ റോപ്പ് വേ സംബന്ധിതയുമായി മുന്നോട്ട്. ശബരിമലയിൽ ഏറ്റെടുക്കുന്ന വനഭൂമിക്ക് പകരം റവന്യൂ ഭൂമി നൽകുന്നതിനുള്ള നിർണായക ഉത്തരവും സർക്കാർ പുറത്തിറക്കി. റവന്യൂ ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംസ്ഥാന വനം വകുപ്പിൻ്റെ പേരിൽ പോക്കുവരവ് ചെയ്തു നൽകുന്നതിനായി കൈമാറിക്കൊണ്ടാണ് സർക്കാർ ഉത്തരവിറക്കിയത്.
സന്ദീപ് വാര്യർ പാർട്ടി വിട്ടതിൽ സന്തോഷമെന്ന് പാലക്കാട് BJP സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ. സന്ദീപ് പോയതിൽ BJPക്ക് ഒരു ക്ഷീണവുമില്ലെന്നും തലക്ക് അഹങ്കാരം പിടിച്ചു പോയവനെ പ്രവർത്തകർ ഉൾക്കൊള്ളുന്നില്ലെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. സന്ദീപ് വാര്യർക്ക് ഇനി വിശാലമായി മുന്നോട്ട് പോകാമെന്നും അദ്ദേഹം എടുത്തത് ശരിയായ തീരുമാനമാണെന്നും കോൺഗ്രസിന് ഇനി നല്ല കാലമാണെന്നും മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. സന്ദീപ് വാര്യർക്ക് പിന്നാലെ കൂടുതൽ BJPക്കാർ കോൺഗ്രസിലേക്ക് ഒഴുകുമെന്നും അദ്ദേഹം പറഞ്ഞു. സന്ദീപ് വാര്യർ മതേതരത്തിൻ്റെ വഴിയിൽ വന്നത് സ്വാഗതം ചെയ്യുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. BJP വിട്ട് കോൺഗ്രസിൽ ചേർന്ന സന്ദീപ് വാര്യർ പാണക്കാട്ടെത്തി. മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി തങ്ങളെയും യൂത്ത് ലീഗ് അധ്യക്ഷൻ മുനവ്വർ തങ്ങളെയും കാണും. സന്ദീപ് വാര്യറെ മുനവ്വർ അലി ശിഹാബ് തങ്ങൾ ഫേസ്ബുക്കിലൂടെ സ്വാഗതം ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് സന്ദീപിനെ പാണക്കാടേക്ക് ക്ഷണിച്ചത്. ഇന്ന് കൂടിക്കാഴ്ച നടക്കും. പാർട്ടി വിട്ട BJP നേതാവ് സന്ദീപ് വാര്യരെ പരിഹസിച്ച് BJP സാമൂഹ്യ മാധ്യമമായ എക്സിൽ BJP കേരളം എന്ന പേരുള്ള പേജിലാണ് സന്ദീപ് വാര്യരെ പരിഹസിച്ചുകൊണ്ടുള്ള വീഡിയോ ഷെയർ ചെയ്തിരിക്കുന്നത്. സ്നേഹത്തിൻ്റെ കടയിലെ പഞ്ചാര എന്ന ക്യാപ്ഷനിലാണ് വീഡിയോ. കോൺഗ്രസ് സമ്മേളനത്തിൽ സന്ദീപ് വാര്യർ അഭിസംബോധന ചെയ്യുന്ന വീഡിയോ ആണിത്. മുതിർന്ന CPM നേതാവ് P. ജയരാജൻ വധശ്രമക്കേസിലെ പ്രതികളായ RSS പ്രവർത്തകരെ കുറ്റവിമുക്തരായ ജഡ്ജിയെ കേരള റിയൽ എസ്റ്റേറ്റ് ട്രിബ്യൂണൽ ചെയർപേഴ്സണായി സംസ്ഥാന സർക്കാർ നിയമിച്ചു. കേരള ഹൈക്കോടതിയിൽ നിന്ന് വിരമിച്ച ജസ്റ്റിസ് P. സോമരാജിനെയാണ് കേരള സർക്കാർ കേരള റിയൽ എസ്റ്റേറ്റ് അപ്പലേറ്റ് ട്രിബ്യൂണൽ ചെയർപേഴ്സണായി നിയമിച്ചത്. ഹൈക്കോടതി നൽകിയ പാനലിൽ നിന്നാണ് ജസ്റ്റിസ് സോമരാജിനെ തെരഞ്ഞെടുത്തത്. 61 വർഷമായി കോൺഗ്രസ് ഭരിക്കുന്ന കോഴിക്കോട് ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് പിടിച്ചെടുത്ത് ജനാധിപത്യ സംരക്ഷണ സമിതി. CPM പിന്തുണയോടെ മത്സരിച്ച കോൺഗ്രസ് വിമതരാണ് ബാങ്ക് ഭരണം പിടിച്ചെടുത്തത്. GC പ്രശാന്ത് കുമാർ ചെയർമാനായി തുടരും. 11 സീറ്റുകളിലേക്കായിരുന്നു മത്സരം. വിജയിച്ചവരിൽ 7 പേർ കോൺഗ്രസ് വിമതരും 4 പേർ CPM പ്രവർത്തകരുമാണ്. കോഴിക്കോട് ഇന്ന് ഹർത്താൽ പ്രഖ്യാപിച്ച് കോൺഗ്രസ്. കോഴിക്കോട് ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിനിടെയുണ്ടായ സംഘർഷത്തെ തുടർന്ന് ഇന്ന് രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. DCC പ്രസിഡന്റ് പ്രവീൺ, MK രാഘവൻ MP എന്നിവരാണ് വാർത്താ സമ്മേളനത്തിൽ ഹർത്താൽ പ്രഖ്യാപിച്ചത്. ബാങ്ക് തെരഞ്ഞെടുപ്പിലുണ്ടായ CPM അതിക്രമത്തിലും പോലീസ് നിഷ്ക്രിയത്തിലും പ്രതിഷേധിച്ചാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നതെന്ന് UDF അറിയിച്ചു. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം. കാഞ്ഞങ്ങാട് മാണിക്കോത്ത് ഗ്രീൻ ഷോപ്പിയുടെ ഏറ്റവും വലിയ വാട്ടർ പ്യൂരിഫയർ സെയിൽസ് ആരംഭിച്ചു. ബോർവെള്ളം, ഫിൽട്ടർ വെള്ളം, കിണർ വെള്ളം എന്നിവ കോംബോ ഓഫർ വഴി നല്ല വെള്ളമാക്കാം. തുക തവണകളായി അടക്കാൻ EMI സൗകര്യം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക കാഞ്ഞങ്ങാട് മാണിക്കോത്ത് ഗ്രീൻ ഷോപ്പി 9447151447. താങ്ക് യു.